താങ്കളെക്കുറിച്ചും ചില സംശയങ്ങളുണ്ട്, പ്രത്യേകിച്ച് താങ്കളുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ചന്ദനക്കുറി ഉണ്ട്, താങ്കൾ ഇടതുപക്ഷ സഹയാത്രികനാണ്, എന്നാൽ താങ്കൾ ആത്മീയതയിൽ വിശ്വസിക്കുന്നു, കുറിയിടുന്നു. ഇതെങ്ങനെ ഇതെല്ലാം കൂടെ ഒത്തുപോകുക? മാർക്സിസത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇത് മനുഷ്യരാശിയുടെ അൾട്ടിമേറ്റ് ആൻസർ എന്നുള്ള നിലയിലല്ല. എല്ലാത്തിനും മാറ്റമുണ്ടെന്ന് പറയുന്ന ശാസ്ത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ താങ്കൾക്ക് ദൈവവും വേണം, മാർക്സിസവും വേണം. ഞാൻ അമ്പല കമ്മിറ്റി വർക്ക് ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്, എന്റെ കൂടെ ഉള്ളവരും. കലാകാരൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഉൾപ്പെടെ ഉള്ളവർക്കുള്ള രാഷ്ട്രീയ ചായ്വ് ഈ കലാരംഗത്ത് തന്നെ അനാവശ്യമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കും എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പും സ്വാതന്ത്ര്യാനന്തരമുള്ള കേരളത്തിലെ നാടകവേദി മാത്രം എടുത്തു നോക്കുക, കവികളെ എടുത്തു നോക്കുക, നോവലിസ്റ്റുകളെ എടുത്തു നോക്കുക. എല്ലാവരും ഇടതുപക്ഷക്കാരായിരുന്നു, എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം, ഈ ഡേ ടു ഡേ രാഷ്ട്രീയത്തിനപ്പുറം, സംഭവങ്ങൾക്കപ്പുറം അതിനെ പിന്നിൽ നിന്ന് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് അതിനെ നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വെളിച്ചമുണ്ട്. ആ വെളിച്ചമാണ് ഇതിന് വ്യത്യസ്തമാക്കുന്നത്.